നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം ഈ സത്യം എല്ലാവരും അറിഞ്ഞാൽ സ്നേഹ എന്നെ വെറുക്കും. ഒരു പട്ടിയെപ്പോലെ എന്നെ ഇവിടെ നാട്ടിയിറക്കും. പക്ഷെ ഒന്നുകൂടി ഇവിടെ സംഭവിക്കും. സ്നേഹ ആത്മഹത്യ ചെയ്യും. എന്നെ അനുസരിക്കല്ലാതെ അവന് മറ്റൊന്നിനും കഴിയില്ല. നീ അന്വേഷിച്ചറിഞ്ഞ രഹസ്യങ്ങൾക്കൊന്നും എന്നെ ഒന്ന് തൊടാനുള്ള ശേഷി പോലുമില്ല. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. നീ അവന്തികയുടെ കാമുകനായിരുന്നു അല്ലേ? സ്നേഹം മാത്രമല്ല, ഈ കുടുംബത്തെ മുഴുവൻ നീ ചതിക്കായിരുന്നു അല്ലേ? അവന്തിക എന്നോട് എല്ലാം സമ്മതിച്ചു. ദുഷ്ടനാണ് നീ. അവന്തികയും നീയും തമ്മിൽ ഇത്രയും ബന്ധം ഉണ്ടായിട്ടും എങ്ങനെയാ നിനക്ക് ഈ കുടുംബത്തെയും സ്നേഹം ചതിക്കാൻ തോന്നിയത്? ഇനി നീ ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. നിനക്കും അവന്തികയ്ക്കും ഇടയിലുള്ള എല്ലാ രഹസ്യങ്ങളും അവന്തിക സമ്മതിച്ചു കഴിഞ്ഞു. നീയും സ്നേഹയും ഇപ്പോഴും ഒരു കുടുംബജീവിതം തുടങ്ങാത്തത് അവന്തിക കാരണമാണെന്ന് അവരെന്നോട് പറഞ്ഞു. ഇത് ഞാനിപ്പോ ഇവിടെ എല്ലാവരോടും പറഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്കറിയാം. ഒരു നിമിഷം നിന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടും. സ്നേഹം നിന്നെ വെറുക്കും. അർച്ചന, എന്നോട് ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. നീ ഇനി എന്ത് പറയാനാ? ഒരു ചതിയന്റെ കുമ്പസാരമല്ലേ? അല്ലാതെ നിനക്കൊന്നും പറയാനുണ്ടാവില്ലെന്നുള്ളത് എനിക്കറിയാം. അതെനിക്ക് കേൾക്കുകയും വേണ്ട. ഇനിയും സ്നേഹ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല. അർച്ചന എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുമാണ്. എങ്കിൽ സ്നേഹയുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോണം, ഇന്ന് തന്നെ. ഈ വീട്ടിൽ എല്ലാവരും ഇത് അറിയുന്നതിന് മുമ്പ് അവരെല്ലാം ചേർന്ന് നിന്നെ പട്ടിയെ പോലെ ഇവിടെ നിന്ന് തല്ലി ഇറക്കുന്നതിന് മുൻപ് നീ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, എന്നേക്കുമായി. പക്ഷെ നീ ഈ വീട് വിട്ടു പോവാണെന്ന് ഒരിക്കലും സ്നേഹം അറിയാൻ പാടില്ല. എനിക്കതിന് കഴിയില്ല. സ്നേഹം ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അപ്പൊ അവന്തികയോ? അവരെ ഇതുപോലെ നീ സ്നേഹിച്ചതല്ലേ? നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും അവന്തിക എന്നോട് പറഞ്ഞു. അവന്തിക മാത്രമല്ല, നിന്റെ പഴയ കൂട്ടുകാരൻ സൂരജും. എത്രയും പെട്ടെന്ന് ഈ സ്നേഹം വിട്ടു പോയേ പറ്റൂ. ആദ്യം കുറച്ചു ദിവസം അവൾക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് വരും. അവൾ സങ്കടപ്പെടുകയും കരയും ഒക്കെ ചെയ്യും. എന്നാലും കുറച്ചു കഴിയുമ്പോൾ അവളെല്ലാം മറക്കും. ആ സമയത്ത് അവളോട് ഞാൻ എല്ലാ സത്യവും പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി ഒരു നിമിഷം നീ ഈ വീട്ടിൽ നിൽക്കരുത്. ഇപ്പൊ തന്നെ നിനക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്ത് സ്ഥലം വിട്ടേക്കണം. വേണ്ട അർച്ചന, അബദ്ധമൊന്നും കാണിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സ്നേഹം വിട്ടു പോവില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ. കേട്ടത് പലതും ശരിയാ, എന്നാ ചിലത് തെറ്റുമാണ്. അവന്തിക ഞാനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. അവന്തികയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതും. പക്ഷേ അവന്തികയും ഞാനും തമ്മിലുള്ള സ്നേഹം അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അവന്തികയ്ക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു. അവന്തികയുടെ പിടിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള വെറും അഭിനയം. അതിൽ ഞാൻ വീണുപോയി എന്നുള്ളത് സത്യമാ. പക്ഷെ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. ഇപ്പൊ അവന്തിക ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എന്റെയും സ്നേഹയുടെയും ജീവിതം തകർക്കാനാ ഇപ്പൊ അവന്തിക ശ്രമിക്കുന്നത്. പക്ഷെ എനിക്ക് സ്നേഹം ചതിക്കാൻ പറ്റില്ല, ഉപേക്ഷിക്കാനും പറ്റില്ല. എനിക്കറിയാം ഈ സത്യം എല്ലാവരും അറിഞ്ഞാൽ സ്നേഹം എന്നെ വെറുക്കും. ഒരു പട്ടിയെപ്പോലെ എന്നെ ഇവിടെ നാട്ടിയിറക്കും. പക്ഷെ ഒന്നുകൂടി ഇവിടെ സംഭവിക്കും. സ്നേഹ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ ഇന്ന് മുഖത്ത് നോക്കാൻ പിന്നെ അവൾക്ക് പറ്റില്ല. കാരണം നിങ്ങളെല്ലാം എതിർത്തുകൊണ്ടാവും അവൾ എന്നെ സ്വീകരിച്ചത്. ഞാനൊരു ചതിയനായിരുന്നു അവൾ അറിഞ്ഞ
അവൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? മരണം മാത്രമേ അവൾക്ക് മുന്നിലുള്ളൂ. കുറ്റബോധം കൊണ്ട് പിന്നെ ഒരു നിമിഷം അവൾ ജീവിച്ചിരിക്കില്ല. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അവളില്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചതെന്നാ ഞാൻ, അത് ശരിയാ. പക്ഷെ സ്നേഹ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷം മുതൽ അവന്തിക്ക് എന്റെ മനസ്സിലേ ഇല്ല. അവന്തിക്കോടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അതിന്റെ വൈരാഗ്യം കൊണ്ടാ അവന്തിക്ക് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ളൊരു അവസരമാണ് സ്നേഹ എനിക്ക് തന്നത്. അവളുടെ കാൽപാദത്തിലൊന്ന് തൊടാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. സ്നേഹയുടെ ദാനമാണ് ഇപ്പോഴത്തെ എന്റെ ജീവിതം. ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പു തരാം, ഇനി ഒരിക്കലും ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും സ്നേഹം ഞാൻ ചതിക്കില്ല. നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരാളുടെ മേലുള്ള വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാ പിന്നെ അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാ. വിശ്വാസവഞ്ചന മരണത്തിന് തുല്യവാ. സ്നേഹയോട് നീ കാണിച്ചത് ആ വിശ്വാസവഞ്ചനയാ. ഇനിയും അത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. അർച്ചന പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. ദയവായിട്ട് എന്നെ വിശ്വസിക്കണം. സ്നേഹയ്ക്ക് വേണ്ടി മരിക്കാൻ ഇപ്പൊ ഞാൻ തയ്യാറാ. ശരി, നിനക്കൊരവസരം കൂടി ഞാൻ തരാം. പക്ഷെ നീ എനിക്ക് സത്യം ചെയ്തു തരണം. അവന്തികയും നീയും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും നീ ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന്. ചെയ്യാം ചെയ്യാം, ഞാൻ സത്യം ചെയ്യാം. ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ മരണം വരെ സ്നേഹം ഞാനിന് ചതിക്കില്ല. ഇത് സത്യം തന്നെയാണല്ലോ അല്ലേ? ഈ കാര്യത്തിൽ ഞാൻ അസത്യം പറയില്ല. സ്നേഹ അല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് സത്യം. തൽക്കാലം നീ സത്യം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, സ്നേഹയുടെ ജീവിതം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ നീ ചെയ്ത ഈ സത്യം അത് ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് ഞാനത് തെളിയിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.